കോഴിക്കോട് താമരശ്ശേരിയിൽ വ്യാജമദ്യവുമായി രണ്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പിടിയിൽ. അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത്. സഹപാഠി എത്തിച്ചു നൽകിയതാണെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. അച്ഛനാണ് മദ്യം നിർമ്മിക്കുന്നതെന്ന് 10ാം ക്ലാസ്സുകാരൻ സമ്മതിച്ചു. പാറ്റ് നിർമ്മിച്ച പിതാവ് ഒളിവിലാണ്. നന്ദഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. നന്ദു, ഈ സ്കൂളിൽ എന്തിനാണ് വാറ്റുമായി കുട്ടികൾ എത്തിയത്? ഇവിടെ സ്കൂളിൽ കുട്ടികൾ വ്യാജമദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം അധ്യാപകർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. പരിശോധനയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും വ്യാജമദ്യം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൂടെയുള്ള മറ്റൊരു വിദ്യാർത്ഥി, സഹപാഠി തന്നെയാണ് തനിക്ക് ഈ വ്യാജമദ്യം എത്തിച്ചു നൽകിയത് എന്നുള്ള വിവരം ആ കുട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതേ വിദ്യാർത്ഥി മറ്റുള്ള സഹപാഠികൾക്കും സമാനമായ രീതിയിൽ വ്യാജമദ്യം എത്തിച്ചു നൽകുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടെ ലഭിക്കുകയായിരുന്നു. ഇതോടെ അധ്യാപകർ ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി 2 വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് രണ്ടാനച്ഛനാണ് ഇത്തരത്തിൽ വ്യാജമദ്യം നൽകുന്നത് എന്നുള്ള വിവരം ലഭിച്ചത്. ഈ രണ്ടാനച്ഛൻ വാറ്റുചാരായം ഉൾപ്പെടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 28 ലിറ്റർ വാറ്റുചാരായം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും 500 മില്ലി കുപ്പികളിലാണ് ഈ വിദ്യാർത്ഥി സ്കൂളിലേക്കും വ്യാജമദ്യം എത്തിക്കുന്നത്. അത് കുട്ടികൾക്ക് വാട്ടർ ബോട്ടിലാണ് നൽകുന്നത് എന്നും പറയുന്നു. അങ്ങനെ ഗുരുതരമായ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ കൃത്യമായ പരിശോധന വേണം, വലിയ നടപടി വേണമെന്നുള്ളതാണ് അധ്യാപകർ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.